ഹലോ എല്ലാവർക്കും സുഖല്ലേ? റോസ് പെൻ വ്ളോഗിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഞാൻ പോളണ്ടിലാട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാ ദിവസവും പാവലിൻ്റെ പപ്പയും മമ്മിയും കുക്ക് ചെയ്യും. ഇന്ന് പാവലിൻ്റെ പപ്പയുടെ വക ഷ്നിറ്റ്സൽ ഉണ്ടാക്കുകയായിരുന്നു. അതൊരു ഇവിടെ യൂറോപ്പിലുള്ള ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. പക്ഷേ ഇത് ഇത്രയും ഈസിയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോർക്കിൻ്റെ ഷ്നിറ്റ്സലാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ കരുതി എന്തുകൊണ്ട് എന്നാൽ പിന്നെ ഒരു വ്ളോഗ് എടുത്തുകൂടെ. അപ്പം എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാമല്ലോ. ഇത് ഭയങ്കര ഈസിയാണ്, ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. ലാസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ എൻ്റെ അടുത്ത് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈഡ് മീറ്റ് എടുത്തിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്യാം. നമുക്ക് ലിഡിൽ നിന്നും മാൽഡിയിൽ നിന്നും നമുക്ക് നാട്ടിലാണെങ്കിൽ കടയിൽ നിന്നൊക്കെ മേടിക്കാം. ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് മേടിക്കാം. നമ്മൾ പോർക്കാണ് എടുത്തത്. അതിങ്ങനെ അടിച്ച് പരത്തുക. വെറുതെ ഊട്ട ഉണ്ടാക്കരുത്, ഹോൾസ് ഉണ്ടാക്കരുത്. ചുമ്മാ ഇങ്ങനെ അടിച്ച് ഒന്ന് തിന്നാക്കാൻ വേണ്ടി മാത്രം. ഒരു 30 സെക്കൻഡ്സ് ഒരു സൈഡ്, 30 സെക്കൻഡ്സ് അടുത്ത സൈഡ്, അങ്ങനെ. അങ്ങനെ അതൊന്ന് പരന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു വെജിറ്റബിൾ ഗാർലിക് മിക്സ് സ്പ്രെഡ് ചെയ്യും. അത് ആക്ച്വലി നമുക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും കടയിൽ നിന്നൊക്കെ, ഈ സൂപ്പ് മിക്സ് പോലെ. അപ്പോൾ അത് ഇടുക. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഗാർലിക് പൗഡർ, എന്താ പറയുക, എന്തെങ്കിലും വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് കടയിൽ നിന്ന് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. അത് നല്ലപോലെ ഓരോ സൈഡും ഓരോ പിഞ്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, പെപ്പറും കൂടി ഇടാം. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഇത് ഭയങ്കര എളുപ്പമായതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും ഇത് അടിപൊളിയാണ്. ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കി തീരണ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പെപ്പർ പൗഡർ, ഇത് സ്പെഷ്യൽ ഒരു ഗ്രൈൻഡറാട്ടോ കുരുമുളക് പൊടിഞ്ഞ് വരുന്നത്. അത് അല്ലാതെ വേറെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. കുരുമുളക് പൊടി ഇടും. ഇത്ര ഉള്ള കാര്യം. പിന്നെ നമ്മൾ കട്ട്ലേറ്റിലൊക്കെ ചെയ്യില്ലേ, അതായത് മുട്ടയിൽ മുക്കി, ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് ആ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി ജസ്റ്റ് എടുത്തിട്ട് വറുത്തെടുക്കും. അത്രേ ഉള്ളൂ, നത്തിങ് സ്പെഷ്യൽ. ഇത് ഒത്തിരി സമയമൊന്നും എടുക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ആവശ്യത്തിന് വേണ്ട പോർക്ക് സ്മാഷ് ചെയ്ത് പൗഡറൊക്കെ സ്പ്രെഡ് ചെയ്ത് എല്ലാം റെഡിയായി. പിന്നെ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ ആ വെജിറ്റബിൾ മിക്സ് ഇതാക്കുമ്പോൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിൽ ഉപ്പുണ്ട് ഓൾറെഡി. അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ഉപ്പിടേണ്ട കാര്യമില്ല കേട്ടോ. Szybko trzeba.
Drogi. No, to racja. Oni robią takie solidne takie. Nie są to jakieś super prawie, tylko jest takie... To jest jajko. Jajko. To jest jajko. To jest jajko. To jest kabaretu. Kampinia. Poważnie, to jest tekst z kabaretu, nie? മുട്ട മുട്ട അങ്ങനെ പാവലിൻ്റെ പപ്പ ഒരു മുട്ട എടുത്തിട്ട് പൊട്ടിച്ച് അതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തന്നു. അത് നല്ലപോലെ മുട്ട അടിച്ചെടുത്തതിന് ശേഷം അതിൽ ഉപ്പൊന്നും ഇടുന്നില്ല. അതിലേക്ക് നമ്മുടെ പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ഷ്നിറ്റ്സലിൻ്റെ പീസ്, അതിപ്പോൾ ലാമ്പാവാം, അല്ലെങ്കിൽ പശു ആവാം, അല്ലെങ്കിൽ പോർക്കാവാം, ചിക്കനാവാം, ഏത് മീറ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമേ. now bread crumbs അങ്ങനെ ബ്രെഡ് ക്രംസും കൂടെ റെഡിയാക്കി വെച്ചു. ബ്രെഡാണെങ്കിലും വീട്ടിൽ ബ്രെഡ് ഉള്ളെങ്കിൽ അതൊന്ന് പൊടിച്ചെടുത്താലും മതി. ബ്രെഡ് ക്രംസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് കടയിലൊക്കെ ക്രംസ് ആയിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. Jak to do filmu jest, to będzie... ആ ബ്രെഡ് ക്രംസിലേക്ക് ഇച്ചിരി നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എക്സ്ട്രാ ഞാൻ പറയാൻ പറഞ്ഞത്. ബ്രെഡ് ക്രംസിലേക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. Better only to bring like small portion. അങ്ങനെ ആ പുരട്ടി വെച്ചിരിക്കുന്ന
ഷ്നിറ്റ്സലിൻ്റെ ആ മീറ്റിൻ്റെ പീസ് എടുത്തിട്ട് മുട്ടയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം 2 വശം മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസിലേക്ക് ജസ്റ്റ് അങ്ങിട്ട് ഒരു സൈഡ് ഇടും, പിന്നെ മറിച്ച് അപ്പുറത്തെ സൈഡും കൂടി ഇട്ട് സംഭവം റെഡിയാക്കി എടുക്കും. വറക്കുന്നതിനനുസരിച്ചിട്ടല്ല കേട്ടോ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്തത്. എല്ലാം ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ചട്ടി ചൂടാക്കി വറക്കാനായിട്ട് റെഡിയായത്. കാര്യം ഇത് പെട്ടെന്ന് റെഡിയാവും. 2 മിനിറ്റ് ഒരു സൈഡൊക്കെ, 2 മിനിറ്റ് പോലും ഇല്ല ഒരു സൈഡൊക്കെ ഒന്ന് വേവാനായിട്ട്. അതുകൊണ്ട് എല്ലാം മാരിനേറ്റ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ കുക്കിങ്ങിലേക്ക് കടന്നത്. Mystery solved. The secret recipe unveiled for kids. To eat and also to prepare, But even it's easy to eat for kids. Parents don't have to cook so many things and it's so fastly made. Kids will like it also. It is indeed very popular dish for kids. Schnitzel mit Pommes. O, patrz. Ja chciałbym powiedzieć, żeby poczystować. To jest... Ale to jest chyba na całym świecie znany sposób. Bo ona w kuchni spędza dużo czasu, to już coś tam się nauczyła. No człowiek się nawet jak czegoś nie umiesz, to bierzesz to już z doświadczenia wyciągasz. Dokładnie. Fajnie pachnie, cynamon dałeś? No, teraz posypał, że... Posypałeś. Bo cukru nie wydam, skosztujesz po tym, ja by cukru nie dał, bo Skosztuję. jabłka są wystarczająco słodkie. No, ja też myślę, że bez cukru będzie git. Pepper. It's okay. It's enough. Excellent. Now I know Derby. Yeah, schnitzel is really Polish and It's not Polish. I mean it's kind of like schnitzel is very famous in Austria, like the Wiener Schnitzel. They make it from Kalb. In Schweiz, people buy it from shop normally. What do you mean? Schnitzel. I think you'll normally it's only the lazy people. You just buy this pork and you just or whatever you like. Make schnitzel. Is it always with pork? No. Kalb Schnitzel. It's this Wiener Schnitzel. Done. Da.
ഇവിടെ പാവൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു ആപ്പിൾ കേക്ക് പാവലും പപ്പയും കൂടെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പോളണ്ടിൻ്റെ ലോക്കൽ ഒരു കേക്കാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നില്ല, ഞാൻ ഓൾറെഡി മിസ്സായി. അത് ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. ആ സമയത്താണ് പാവൽ അത് പോയി ചെയ്ത് വെച്ചത് പപ്പയായിട്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ്, ആപ്പിൾ അവിടെ സിനമൺ ഇട്ടിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മിസ് ചെയ്തു എന്തായാലും. അപ്പം ഞാൻ അതെടുത്തില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പപ്പ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്താ മാഷ്ഡ് പൊട്ടറ്റോ ആണ് നമ്മളിതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഈ മാഷ്ഡ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ലപോലെ വേവിക്കാൻ വയ്ക്കുക. തൊലിയൊക്കെ കളഞ്ഞ് ഉപ്പൊന്നും ഇടാതെ വേവിക്കാം. ഇച്ചിരി ഉപ്പിട്ട് വേവിക്കാൻ വയ്ക്കാം. വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ബട്ടർ ഇങ്ങനെ ചൂടാക്കി അതിനകത്തേക്ക് വേണമെങ്കിൽ മാത്രം സവാള ഇടുക. കുരുകുരാന്നരിഞ്ഞത്. ചിലവർ ഇവരൊന്നും സവാള ഇടാറില്ല. ഇവർക്കിതൊരു ഡെയിലി ഫുഡാണ്, മനസ്സിലായത്. അപ്പോൾ സവാള ഇട്ടതിന് ശേഷം ബട്ടർ ഒന്ന് സോട്ട് ചെയ്ത് ബേൺ ആവണതിന് മുമ്പ് തന്നെ അത് ഓഫ് ചെയ്യണം. അതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വന്നതിന് ശേഷം അത് ഊറ്റിയെടുത്ത് ഈ പറയുന്ന സവാളയും ബട്ടറും സോട്ട് ചെയ്തത് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ആഡ് ചെയ്ത് അപ്പോഴത്തേക്കിനും അത് സ്റ്റൗവിൽ നിന്ന് മാറ്റും. എന്നിട്ട് സ്മാഷർ കൊണ്ട് സ്മാഷ് ചെയ്ത് എടുക്കും. അത്രയേ ഉള്ളൂ. അത് ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര സോഫ്റ്റാണ് ഇവിടുത്തെ ഉരുളക്കിഴങ്ങും. ഇവിടുത്തെ മെയിൻ ഡിഷാണ് ഉരുളക്കിഴങ്ങ്. Fine. Okay. Yeah. Potem też i next you. Jeśli nie... I do. You tell. I do. Ja. Tell him. Rodka, że komuś jej wytłumaczyć i ona tylko to zrobi. Tu się musi rozgrać, to jest norma. Tylko trzeba uważać, bo na tym dziadostwie ta patelnia jeździ. O. Także, żeby nie było tego, co było ostatnio po tym i tamtej patelni. Czuję. Ja tego nie lubię. Piecze. Smażyć. Smaży. So wait until the fat is hot and then fry it. Is it butter or fat? It's a ghee kind of. Need to buy this also. No, it's bad for my My cholesterol. nie używamy oleju kokosowego. Is it good? No. It's good? Yeah? No powiedzmy, że ładnie. He said Można wziąć kawałek czy bańki do sobie. propowo. O, właśnie. Jeszcze trochę. Bit more. O, teraz. Now it's ready. One Give it. last. Na tym się... അങ്ങനെ ഞാൻ ഓരോ ഷ്നിറ്റ്സിലായിട്ട് വറുത്തെടുക്കാൻ തുടങ്ങി. Good butter, so it should നമ്മൾക്ക് not get burnt. ഓയിൽ യൂസ് ചെയ്യാം, ബട്ടർ യൂസ് ചെയ്യാം. ഇവരിവിടെ യൂസ് ചെയ്യുന്ന നെയ്യാണ്. നമ്മുടെ നാട്ടിൽ നെയ്യല്ല, ഒരു പ്രത്യേക നെയ്യിൻ്റെ മണമൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ലൈറ്റർ വേർഷനാണ്. നെയ്യ് ഉപയോഗിച്ചാലാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതായത് ബട്ടർ മെൽറ്റ് ചെയ്ത് ആ വെള്ളമായി വരുന്ന ആ ഒരു പരുവം, അതാണ് ഇവിടുത്തെ ഇത് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫാറ്റ്. എന്നിട്ട് ഈ ഷ്നിറ്റ്സിൽ തീ കുറച്ച് വെക്കലോ കൂട്ടി വെക്കലോ ഒന്നുമില്ല, ഒരേ തീയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്കിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ആകുമ്പോഴത്തേക്കിനും മറിച്ചിടണം. ഒത്തിരി ബ്ലാക്ക് ആവാൻ നിൽക്കരുത്, ലൈറ്റ് ഗോൾഡ് ആകുമ്പോഴത്തേക്കിനും മറിച്ചിട്ട് രണ്ട് വശവും ലൈറ്റ് ഗോൾഡ് ആകുമ്പോഴത്തേക്കിനും എടുക്കുക. ആൻഡ് ദെൻ ഇറ്റ്സ് റെഡി. ഐ വുഡ് സേ ഒരു വശം
ലെസ് ദാൻ 2 മിനിറ്റ്സേ ഇട്ടിട്ടുള്ളൂ. Not good. Not good? A little bit more would be better. Trochę mocniej byłoby podsmażone. No, lepsze. lepiej trochę mocniej. Ale już się przychwytywało, no. Almost there. Jakby tak długo całe, to by było... Needs to be all golden. Denerwuje mnie to. Mnie też, dlatego ja kameruję. My father said, Very good jacket. Smells so good. Good. Always good. take a look. Good. Yeah, More. it's okay. Yeah, More. it's good. O, Because good, jeszcze na tego chwila i po tej rozumiesz tam ostały. that's perfect. Because otherwise it start getting black, and this you don't want. This face also. Sałatkę i ogórki. Face also. Yeah, yeah. Oh, perfect. Yes. O, Go. super. Golden. Jeszcze masła. No, możesz. Add butter. Bit more. I think this is enough, and once the last one is done, then yeah. Like it? See there. Perfekta. Kartofel. Perfecto. Perfecto. This is for the cake. Mhm. But morning I'm gonna make schnitzel now. Because I'm ready. Why you always show the pimple like this to the camera? Dobrze. Porządku. I odwróć. O, Okay, it's ready. എനിക്ക് ഈ പോളണ്ടിലെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഇത് സവർ കുക്കുമ്പറാണ്. വിനീഗറൊന്നും ഇടാതെ സ്വന്തമായി ഫെർമെൻ്റ് ആയിട്ടുള്ള കുക്കുമ്പറാണ്. പിന്നെ ഇവിടെ സവർ ക്യാബേജും ഭയങ്കര ഫേമസ് ആണ്. അമ്മ അത് രണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവർ ക്യാബേജും ഈ ഷ്നിറ്റ്സലും പിന്നെ ഈ മാഷ്ഡ് പൊട്ടറ്റോയും സവർ കുക്കുമ്പറും ആയിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. ഈ ഷ്നിറ്റ്സലിൻ്റെ കൂടെ നമുക്ക് നാട്ടിൽ ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ ഇവിടുത്തെ ഹോമേഴ്സോ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് സ്മാഷ് പൊട്ടാറ്റോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഞാൻ പിന്നെ ഒന്ന് പോയി കിടന്ന് വന്നപ്പോഴത്തേക്കിനും എന്ത് ചെയ്യുക, അവർ കേക്ക് പ്രിപ്പറേഷൻ ഒരു വിധമായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അതിൻ്റെ ഇടയിൽ പോകാൻ നിന്നില്ല, കാര്യം ഞാൻ ഓൾറെഡി മിസ് ചെയ്തതുകൊണ്ട്. പക്ഷെ എന്നാലും അവരുണ്ടാക്കിയത് ഞാൻ മിസ് ചെയ്യാൻ നിന്നില്ല, ഉള്ളത് എടുത്തു. ആൻഡ് അവർ കേക്ക് റെഡിയാക്കി ബേക്ക് ചെയ്യാൻ വയ്ക്കുമായിരുന്നു. എനിക്കിവിടെ വരെ ഭയങ്കര ഇഷ്ടമായിട്ടോ. കാര്യം എന്നെ ഇവർ ഇപ്പം ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്, അതിലും വലിയ കാര്യമായിട്ടാണ് എന്നെ ഇവിടെ അവർ കാണുന്നത്. അപ്പം നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ഇവിടേക്ക് ഓടി വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്നെ ഒരു കുഞ്ഞു വാവനെ പോലെ അവർ നോക്കുന്നത്. നല്ല മനുഷ്യരാണ്. അതുകൊണ്ട് ഞാൻ യൂണിവേഴ്സിനോട് ഭയങ്കര താങ്ക്ഫുള്ളാണ് ഈ ഒരു കാര്യത്തിൽ. കാര്യം പാവലിനും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
പോളണ്ടിൽ ഞങ്ങളിപ്പോൾ ഒരു 7 ദിവസം ഉണ്ട്. അപ്പം കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും, ഐ എം ഷുവർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.